നമ്മൾ അങ്ങനെ പുറത്ത് പോയിട്ട് വന്നപ്പോഴേക്കും ഒരു കൗതുകം തോന്നി വാങ്ങിയ ഒരു സംഭവമാണ് ഈ കാണുന്നത്. സ്വീറ്റ് കോൺ ആണ് സംഭവം. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെയ്യാൻ പോകുന്നത്. പുറത്തൊക്കെ പോയിപ്പോൾ നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഇത് റെഡിയാക്കി കഴിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഇത് നോക്കിയപ്പോഴേക്കും ഇത് അതിനകത്തെ ഇതിനേക്കാളും കൂടുതൽ അതിൻ്റെ തോലാണെന്ന് എനിക്ക് തോന്നിയത്. കുറേ ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട്. പറിച്ച് വന്നപ്പോഴേക്കും അതിനകത്ത് നിന്ന് എന്തൊക്കെയോ ചാടി വരുന്നു, നൂല് പോലെ. കാണാൻ എന്തായാലും കൊള്ളായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല പൂ പോലെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ, നൂല് പോലെയുള്ള കുറേ സംഭവങ്ങൾ. അപ്പം നമ്മളത് നമ്മുടെ ഇഡലിത്തട്ടിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയാണ് എടുത്തത്. മല്ലിയിലയും പിന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒരു മേമ്പടിക്ക് കിടക്കട്ടേന്നേ. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത നമ്മുടെ സ്വീറ്റ് കോണ് നന്നായിട്ട് അരിഞ്ഞ് അതിനകത്തുനിന്ന് വേർപ്പെടുത്തി എടുത്തപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള സംഭവം. പിന്നെ നമ്മുടെ മല്ലിച്ചപ്പങ്ങ് അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മുളക് പൊടിയും ഉപ്പും ഒക്കെ കൂടെ ഉള്ള ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുറച്ച് ലെമൺ ഇങ്ങനെ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പിഴിഞ്ഞങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്, ടേസ്റ്റ് വൈസ്. അപ്പോഴാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞങ്ങ് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സിലാണ് കാര്യം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും. അപ്പോൾ എന്തായാലും മിക്സ് ചെയ്തപ്പോൾ ഒരാളുടെ കൈ വന്ന് അതിനകത്തുനിന്ന് കുറച്ചെടുത്തോണ്ട് പോയത് കണ്ടോ. വേറെ ആരും അല്ല, അത് അഞ്ചു ആയിരുന്നേ. അപ്പോൾ അവൾ അതിൽ നിന്ന് കുറച്ചെടുത്തോണ്ട് പോയി ടേസ്റ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു പാള പോലെ ഇരുന്ന സാധനം തന്നെ അതിൻ്റെ പാത്രമാക്കിയിട്ട് എല്ലാവർക്കും അതിനകത്ത് തന്നെ സപ്ലൈ ചെയ്ത് പാത്രം വേറെ കഴുകണ്ടല്ലോ. ഇങ്ങനെ ഒരു ഐഡിയ ആയി. എന്തായാലും കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു, ടേസ്റ്റി ആയിരുന്നു.